ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നാവ് നന്നായാൽ മനുഷ്യൻ നന്നാവും. നാവ് കേടായാൽ മനുഷ്യൻ കേടാവും. ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അറിയപ്പെടുക അവൻ്റെ നാവിലൂടെയാണ്. അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് അവൻ്റെ നാവിലൂടെയാണ്. അതുകൊണ്ട് നാവ് നേരെയാണെങ്കിൽ മനുഷ്യൻ നേരെയാകും. നാവ് വളഞ്ഞാൽ മനുഷ്യനും വളയും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഹസനായ ഹദീസിൽ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്ന അളാഅഹു കുല്ലഹ തുകഫിറുൽ ലിസാൻ. ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്ന അളാഅ കുല്ലഹ തുകഫിറുൽ ലിസാന. ഓരോ മനുഷ്യനും പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ്റെ അവയവങ്ങൾ നാവിനോട് വളരെ താഴ്മയായിരിക്കും. എന്നിട്ട് നാവ് ആ അവയവങ്ങൾ ഫതഖൂൽ, അവയവങ്ങൾ പറയും, ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങൾ നിന്നെയാണ് തുടരുന്നത്. ഫൈൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരെയായാൽ ഞങ്ങളും നേരെയാകും. നീ വളഞ്ഞാൽ ഞങ്ങളും വളയും. ഫൈൻ ഇഅ്വജസ്ത ഇഅ്വജസ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നാവ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ദിക്ർ, ദുആ, ഇസ്തിഗ്ഫാർ, അങ്ങനെയുള്ള ഖുർആൻ പാരായണം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലൂടെയൊക്കെ പോയാൽ മറ്റുള്ള അവയവങ്ങളുമൊക്കെ നന്നായിത്തീരും. ഇനി മോശമായ കാര്യങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലോ അതിനെ തുടരുകയാണ് മറ്റുള്ള അവയവങ്ങളൊക്കെയും. അവർക്കും അതിൻ്റേതായത് ആ അവയവങ്ങൾക്കും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നാവിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും. നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് നമ്മുടെ സംസാരത്തിലൂടെയാണ്. ഒരാളുടെ സംസാരത്തിൽ അയാളെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.